ഏയ് അല്ല നിങ്ങൾ എന്തിനാ ഓടുന്നേ? ഇയാൾ എന്തിനാ പുറകെ വരുന്നത്? നിങ്ങളുടെ പാട്ടും ഡാൻസും ഒക്കെ ഞാൻ കണ്ടു. അച്ചായ ബഹുത്ത് അച്ചായ. പിന്നെ എനിക്കിവിടെ ആരെയും പരിചയമില്ല. ഇതാണോ വീട്? അല്ല, കാട്. നിനക്ക് എന്താ അറിയേണ്ടത്? ആണുങ്ങളോട് ചോദിക്കടാ. അല്ല ഞാൻ നീ ആ നാളാളുടെ ഗുണ്ടല്ലടാ. നിനക്ക് പോയി പറഞ്ഞിരുന്നില്ല മറ്റവനടുത്ത്. കൈക്കത്തുള്ളവർ ഇവിടെ ഉണ്ടെന്ന്. എന്താ മുത്തേ കാണിച്ചത്? പാവം. പാവം. നിങ്ങൾക്കൊന്നും അവനെ അറിയാഞ്ഞിട്ടാ. ആരായ നമുക്കെന്താ ഇങ്ങനെ തല്ലിയിട്ട് വികാരം കാണിക്കുന്നേ? മുത്തച്ഛനെങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ. ജഗോ, एक चाय लाओ. क्या हुआ? कुछ नहीं. സത്യം പറയടാ. എന്താ ഇത്? ഒന്നുമില്ല, ഒന്ന് വീണതാ. സച്ച് ബോളോ, സത്യം പറയാൻ. ആശ്രമത്തില് മുത്തുഭായി അടിച്ചതാ. വേണ്ട ബസ് ഭായി, മാറി നിൽക്കടാ. ബസ് ഭായി ഞാനാ പറയുന്നത്. ബസ് ഭായി മാറി നിൽക്കാൻ. മുത്തു എവിടെ? ഇവിടെ ഇല്ല, കോളനി കാണും. ആരാ? ബസ് ഭായി വേണ്ട, വേണ്ട ബസ് ഭായി. മുത്തുവിനെ എങ്ങോട്ടേലും മാറ്റിക്കോ, അല്ല ബസ് ഭായി കൊല്ലും. മുത്തു അല്ലേ? എന്തിനാടാ ജഗുവിനെ തല്ലിയത്? നീ ആരാടാ ചോദിക്കാൻ? വേണ്ട ബസ് ഭായി, മുത്തുഭായിയെ ഒന്നും ചെയ്യരുത്. മേലിൽ ആരെങ്കിലും ഇവനെ തൊട്ടാൽ കൊന്നുകളയും ഞാൻ എല്ലാത്തിനെയും. വാ. வாங்கோ வாங்கோ சிங்கக்குட்டி, உட்காருங்க. அபாஸ் அமானுல்லா கான், சிகே எக்ஸைஸ் மினிஸ்டர், இங்க நிக்க போற കാൻഡിഡേറ്റ്. അല്ല, കോളനിയിലെ ആരെയോ കയറി തല്ലിന്ന് കേട്ടു. ഇത് ഉത്തരേന്ത്യയല്ല, ഗുണ്ടായുസൊന്നും ഇവിടെ ചെലവാകത്തില്ല. നോക്കി കണ്ടും കളിക്കണം. അതെന്റെ പേഴ്സണൽ കാര്യം. സാബിനെ ജയിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ വാക്ക്. ഇലക്ഷൻ നടന്നാൽ സാബ് ജയിച്ചിരിക്കും. ടീക്കേ? അത് പോതും. നാടാർ, 1 minute. ലുക്ക് മിസ്റ്റർ ഫെർണാണ്ടസ്, വെറും ഒരു പത്രവാർത്തയാണെന്ന് കരുതി എഴുതി തള്ളരുത്. There is concrete proof that he is an election mafia king. ഇതെന്താ വെള്ളരിക്കാപട്ടണമാണോ മാഡം? മാഡം പറയുന്ന പോലെ കുതിരപ്പുറത്തും ജീപ്പിലും വന്ന് ആകാശത്തേക്ക് വെടിവെച്ച് ആളുകളെ വിരട്ടി ഓടിക്കാൻ അതൊക്കെ ഇവിടെ നടക്കുവോ? അങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ. 89-ല് UP-യിൽ വർഗീയ കലാപം ഉണ്ടാക്കി വോട്ടുകൾ തിരിച്ചതാണത്രേ ആ ക്രിമിനൽ. മീനാക്ഷിപുരം നിയന്ത്രിക്കുന്നത് രാജമാണിക്യം നാടാരാണെന്നല്ലേ പത്രക്കാർ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാടാർക്ക് UP-ന്ന് ഒരാളെ ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ തന്നെ ആവശ്യത്തിന് ആളുകളില്ലേ? ഇവിടെയുള്ളവർ പോരെന്ന് തോന്നിക്കാണും. മാഡം എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മുകളിലിരിക്കുന്നവരുടെ ഓർഡർ എക്സിക്യൂട്ടീവ് ചെയ്യാനല്ലേ എനിക്ക് പറ്റൂ. അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. ഈ ജില്ലയിലെ ലോ ആൻഡ് ഓർഡർ കൺട്രോൾ ചെയ്യുന്നത് രാജമാണിക്യം നാടാരല്ല, ഞാനും നിങ്ങളൊക്കെയാണ്. വേണ്ട പ്രിക്കോഷൻസ് എടുത്തേ പറ്റൂ. I will see to it, madam.
ദൈവമേ, ഇയാളാണോ സി ഐ? ആരാ? കേട്ടിട്ടില്ലേ? മിന്നൽ മിന്നൽ രാജൻ. SI KD ദാമോദരൻ. എടുക്കടോ, ആ? എടുക്കാൻ. ആ, ആ. ഓ, ഇവനിട്ടതാ. പോടാ. ഇതെന്താ? മീനാക്ഷിപുരത്ത് നിയമപാലക. കൊള്ളാം. മേലിൽ ഇത് ആവർത്തിച്ചാൽ കേടിച്ചെടുക്ക. യ്യോ. ഏ? ആ. എന്താടോ ഇവിടെ കേടുകളാരുല്ലേ? ഇല്ല സാർ, ഇതൊരു മാതൃകാ പോലീസ് സ്റ്റേഷനാണ്. Shut up. ഇതിൽ വെക്കാൻ ഒന്നും ഇതുവരെ കിട്ടിയില്ലേ? കണ്ടിട്ടില്ലേ ഇതിനു മുമ്പ് ജോലി ചെയ്ത സ്റ്റേഷനിൽ ഈ ഫോട്ടോ സ്റ്റുഡിയോയിലൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് പോലെ? എന്താടോ മിഴിച്ചു നിൽക്കുന്നത്? സാർ ഇവിടെ ഈ ബോർഡിൽ വെക്കാൻ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? നാ, അയ്യോ, ഞാൻ തന്നെ വേണോ ഇത് ഒട്ടിക്കാൻ? ഒട്ടിക്കടോ. സാർ, കുറച്ചു നാളത്തേക്ക് ഞാൻ ലീവിൽ പോവാ. എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഞാനൊന്ന് കണ്ടോട്ടെ. രാജമാണിക്യം നാടാർ. പറടാ, എന്താണ് നിനക്കൊരു കാര്യം? എന്തിനു വന്നു? ഇൻസ്പെക്ടർ സാബ്, ഈ അബ്ബാസിനെ ഒതുക്കാൻ ഉണക്ക ലാത്തിയൊന്നും പറ്റില്ല. നിന്നെ ഒതുക്കാൻ എനിക്ക് ലാത്തിയുടെ ആവശ്യമില്ല. നായിന്റെ മോനെ. ഓഹോ, ചോട്ടാദാദ പിടിച്ചാത. അവരെ തൊഴരുത്. തൊട്ടാൽ അബ്ബാസ് ആരാണെന്ന് അപ്പൊ അറിയും. എങ്കിലത് അറിഞ്ഞിട്ട് തന്നെ കാര്യം. അടിക്കടാ അവനെ. ഇൻസ്പെക്ടർ സാബ്, കൊള്ളാവുന്ന പോലീസുകാരെ എന്നും ഞാൻ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഞങ്ങളെ ഉപദ്രവിച്ചാലുണ്ടല്ലോ, എന്റെ പേരിൽ ഒരു കേസ് പോലും നിലവിലില്ല. എന്നെ കസ്റ്റഡിയിൽ എടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ല. കുറഞ്ഞ പക്ഷെ ഒരു വാറണ്ടെങ്കിലും സംഘടിപ്പിക്കാൻ നോക്ക്. ചെഗോ. നിന്നെപ്പോലുള്ള ക്രിമിനൽസിനെ ഇടിച്ച് കണ്ണിന് ഇടിമിന്നല് പറിച്ചന് അവരെനിക്കിട്ട് ഓമന പേരാടാ മിന്നൽ. പോലീസുകാരെ ഇടിച്ചിട്ട് സ്റ്റേഷനിൽ കയ്യും വീശി ഇറങ്ങി പോവാന്ന് കരുതിയോടാ റാസ്കൽ. നീ മാറിക്കോ.
നാണമില്ലടോ തനിക്ക്? ഒരു സർക്കിൾ ഇൻസ്പെക്ടർ സ്ട്രീറ്റ് റോഡിയെ പോലെ റോഡിൽ കിടന്ന് സാറേ ഇവൻ തന്നെ കുറിച്ച് എനിക്കറിയാം. ഓവർ സ്മാർട്ട് ആകാൻ നോക്കുന്നോ? അബ്ബാസ് പോയി കാറി കയറിക്കേ. എന്താണോ വന്ന് ചാർജ് എടുക്കുന്നതിന് മുമ്പ് പണിഷ്മെന്റ് ട്രാൻസ്ഫർ മേടിക്കാൻ തിരക്കായോ തനിക്ക്? സാറേ നോൺസെൻസ്. தம்பி விஷயம் தெரியலன்னா தெரிஞ்சவங்க கிட்ட கேட்டுக்கணும். அவங்கிட்ட எல்லாம் விளையாடக்கூடாது. அப்பா சமானுல்லா கான் யார் தெரியுமா? അവൻ ആരായ എനിക്കെന്താടോ? അല്ല നമ്മളാരാ? நான் யாரா? என்ன தெரியாதா உனக்கு? നല്ല തെരിയും. എന്നോട് കളിക്കരുത്. കളിച്ചാൽ ഈ മിന്നൽ ആരാണെന്ന് ഞാൻ തന്നെ കാണിച്ചു തരാം. சின்ன வயசு. ആരോടാ രാജൻ ഇത്ര വാശി? ടീച്ചർ അല്ല മാഡം. കൃഷ്ണൻകുട്ടി രണ്ട് ചേരം കെടുക്ക. മാഡം ഈ ആ സമയത്ത് ഇതുവഴി വന്നപ്പോ വെറുതെ ഒന്ന് കയറണമെന്ന് തോന്നി. ഇരിക്കെ. കോളേജിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോ വില്ലത്തരം കാണിച്ചിരുന്ന രാജൻ ഒട്ടും മാറിയിട്ടില്ല അല്ലേ? അറിഞ്ഞു ഇന്നുണ്ടായ ഭൂകമ്പം. മാഡം ഞാൻ 100% പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല. പക്ഷേ ഇന്നത്തെ സംഭവം. യെസ്, ഐ നോ ഇറ്റ്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. രാജൻ ഇവിടെ വിടണമെന്നുണ്ടോ? ഏത് സ്റ്റേഷൻ എനിക്ക് ഒരുപോലെയാ. പക്ഷെ ഇവിടെ വിടുന്നതിന് മുമ്പ് ഈ കാക്കി കുപ്പായിട്ടുകൊണ്ട് രാജമാണിക്യ നാടാരോട് പകരം വീട്ടണമെന്ന് എന്റെ മനസ്സ് പറയുന്നു. നടക്കുമെന്ന് എനിക്കറിയില്ല. ഇലക്ഷനിൽ ഇവിടെ പലതും സംഭവിച്ചേക്കാം. അതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ എന്ന് തോന്നി. ഇപ്പൊ അത് മാറി. രാജനിൽ, ധിക്കാരിയായ സർക്കിൾ ഇൻസ്പെക്ടർ രാജനിൽ സ്റ്റിൽ ഐ ഹാവ് കോൺഫിഡൻസ്. വേണ്ട, ഞാൻ ചോദിക്കാം. സാവിത്രി പഠിപ്പിച്ചോളൂ. എന്തേ? ഒന്നുമില്ല, ഈ സ്ഥലം കണ്ടപ്പോ ഒന്ന് കേറണമെന്ന് തോന്നി. മേം സാബ്, ബഹുമാനമുള്ളവരെ ഞങ്ങൾ അങ്ങനെയാ വിളിക്കുക. സാബിന് ഇപ്പോഴും എന്നെ പേടിയല്ലേ? മേം സാബ്, ഗംഗ ഒഴുന്നൊരു നാട്ടിൽ നിന്നാണ് ഞാൻ വന്നത്. ഞാൻ സത്യമായി പറയൂ. ജഗുന്നാ പേര്. ഇവിടെ വന്നപ്പോ ആദ്യം കണ്ടത് മേം സാബിനെയാ. ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം തോന്നിയപ്പോ ആദ്യം മേം സാബിനെയാ ഓർമ്മ വന്നത്. മേം സാബ്, ഈ കുട്ടികളൊക്കെ ഇവരെ അനാഥരെന്ന് ഞങ്ങൾ പറയാറില്ല. കുട്ടികളിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാവരുതെന്ന് മുത്തശ്ശന്റെ നിർബന്ധമാ. അവരിവിടെ വളരും, ഇവിടെ പഠിക്കും, ഞങ്ങളുടെ കുട്ടികളായി. അപ്പോ എനിക്കിവിടെ താമസിക്കാലോ? വീട് അങ്ങനെയൊന്നുമില്ല. ആരെന്ത് ജോലി എന്നാലും ചെയ്യും. പക്ഷെ എന്റെ പാട്ട് കേൾക്കാനാ എല്ലാവർക്കും ഇഷ്ടം. ഇവിടുത്തെ പോലൊന്നുമല്ല. അവിടെ പാടിയ നൃത്തം ചെയ്യും, നോട്ടുമാലകൾ ഇടും. ഹിന്ദി പാട്ട് മാത്രമേ അറിയൂ? പാട്ടുകൾക്ക് എന്തിനാ ഭാഷ? ഞാൻ എല്ലാ പാട്ടും പാടും. ആരാത്? നമസ്തേ ജി. എന്താണ്? ഞാൻ വെറുതെ. നിങ്ങളെപ്പോലുള്ളവർക്ക് വെറുതെ കടന്നു കയറി കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള സ്ഥലമല്ല ഇത്, മനസ്സിലായോ? ഞാൻ വന്നത് കുഴപ്പമൊന്നും ഉണ്ടാക്കാനല്ല. ഇവിടെ വന്നപ്പോ സ്നേഹമുള്ള ചില മനുഷ്യരെ കണ്ടപ്പോ കളിച്ച് രസിച്ച് നടന്നൊരു കുട്ടിക്കാലം എനിക്കില്ല. തെരുവിൽ നിന്ന് ഞാൻ എത്തിയത് എല്ലുകളിൽ അഴുക്ക് ചാലിലേക്കാണ്. അവിടെ എനിക്ക് അഭയം തന്നത് അബ്ബാസ് ഭായിയ. സാബിനെ പോലെ ഒരാളാണ് എന്നെ കണ്ടെത്തിയിരുന്നെങ്കിൽ, ഇതുപോലൊരു സ്ഥലത്താണ് ഞാൻ വന്നു ചേർന്നിരുന്നെങ്കിൽ
ഒന്നും എന്റെ കുറ്റമല്ലല്ലോ സാബ്. വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വരുമ്പോ പഠിപ്പിക്കുന്ന സമയത്ത് വരാതിരിക്കുക. കുട്ടികളുടെ ശ്രദ്ധ മാറും, അതുകൊണ്ട് പറഞ്ഞതാ. പോട്ടെ. ഭഗവാൻ ബച്ചാവൂ. മേം സാബ് ജയിക്കും. ഞാൻ പ്രാർത്ഥിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ജയിക്കരുതെന്നല്ലേ നിങ്ങളുടെയൊക്കെ ആഗ്രഹം? ഞങ്ങളുടെയൊക്കെയോ? ജഗ്ഗുവിന്റെയും നിങ്ങളുടെ അബ്ബാസിന്റെ എല്ലാം. അയ്യോ, അതെന്താ മേം സാബ് അങ്ങനെ പറഞ്ഞത്? ജഗ്ഗുവിന് ഒന്നും അറിയില്ലേ? എന്ന് ചോദിച്ചാ അബ്ബാസ് ഭായി അറിയാം. കേരളത്തിലേക്കാണെന്ന് പറഞ്ഞപ്പോ ആദ്യം ഭായി ഒഴിഞ്ഞതാ, പിന്നെ ഞാനാ നിർബന്ധിച്ചത്. എനിക്ക് ഈ നാടൊക്കെ ഒന്ന് കാണാനുള്ള കൊതിയുണ്ട്. അല്ലാതെ എന്തിനാ വന്നെന്ന് അറിയില്ലല്ലേ? അബ്ബാസ് ഭായി അതൊന്നും ഒരിക്കലും എന്നോട് പറയാറില്ല. സത്യം എനിക്കറിയില്ല മേം സാബ്. എന്നാൽ എനിക്കറിയാം. ഇവിടെ കുഴപ്പമുണ്ടാക്കി എന്നെ തോൽപ്പിക്കാൻ നാടാന്റെ ആളായിട്ട്. ഞങ്ങളൊക്കെ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? നല്ല കാര്യങ്ങളല്ലേ ഞങ്ങൾ ചെയ്യുന്നതൊക്കെ. ഇനിയും ജഗ്ഗുവിന് അറിഞ്ഞൂടെങ്കിൽ അറിയാൻ വേണ്ടിയാ പറഞ്ഞത്. എനിക്ക് നിന്റെ ആ സ്ഥാനാർത്ഥി കിളി ഒന്ന് കാണണല്ലോടാ. നീ എന്റെ ആളാണെന്ന് അറിഞ്ഞിട്ടും അവൾ നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചോ? എനിക്ക് ഇച്ചിരിയൊന്നും കാണണ്ട. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി. നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? അതൊക്കെ പിന്നെ പറയാം. വാ, വന്നുവെല്ലാം കഴിക്കേ. വേണ്ട, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാതെ പച്ചവെള്ളം കഴിക്കില്ല. നമ്മളിവിടെ വന്നത് തല്ലും ബഹളം ഉണ്ടാക്കി പാർവതിയെ തോൽപ്പിക്കാനാ? അത് പറ. തല്ലും ബേളം ഉണ്ടായത് വേണമെന്ന് വെച്ചിട്ടല്ല. പക്ഷെ ഏറ്റെടുത്ത് നടത്താതെ പോയ ഒരു സംഭവം അബ്ബാസിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. നമ്മളെപ്പോലെ ആരും ഇല്ലാത്തവരല്ലേ അവര് വളർത്തുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ. ആളുകളെ ജോലിയെ ജീവിക്കാൻ ശീലിപ്പിക്കുന്നില്ലേ അവര്? ജഗോ, ഒരു കാര്യം നിനക്ക് ഞാൻ ഉറപ്പ് തരാം. പാർവതിക്കും ആശ്രമത്തിനും അവരെ സ്നേഹിക്കുന്ന സാധാരണക്കാർക്കും ഒരാപത്തും വരില്ല. ടീക്ക്.